എല്ലാവരും റെഡിയാണല്ലോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ 2 സെറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തന്നിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരുന്ന 2 സെറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ആൻസർ എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസറും പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ഒരു പ്രോഗ്രാമുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് പോയിൻ്റർ? എന്താണ് പോയിൻ്റർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് പോയിൻ്റർ. പോയിൻ്റർ ആസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദി അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ പോയിൻ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എഴുതിയത് ശരിയായിരിക്കും അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ക്രൈറ്റീരിയൻ ഫോർ ഡിറ്റർമൈനിങ് ദി ഡേറ്റ ടൈപ്പ് ഓഫ് എ പോയിൻ്റർ? ഒരു പോയിൻ്ററിൻ്റെ ഡേറ്റ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയൻ എന്താണ്? എന്തായിരിക്കും ആൻസർ നോക്കാം. ദി ഡേറ്റ ടൈപ്പ് ഓഫ് എ പോയിൻ്റർ ഷുഡ് ബി ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഡേറ്റ പോയിൻ്റഡ് ടു ബൈ ഇറ്റ്. ഒരു പോയിൻ്റർ ഏത് ഡേറ്റയാണോ പോയിൻ്റ് ചെയ്യുന്നത് ആ ഡേറ്റയുടെ ടൈപ്പ് തന്നെ ആയിരിക്കും ആ പോയിൻ്ററിൻ്റെ ടൈപ്പ്. അപ്പോൾ പോയിൻ്റ് ചെയ്യുന്ന ഡേറ്റയുടെ ടൈപ്പാണ് പോയിൻ്ററിൻ്റെ ടൈപ്പ്. ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. ഏതിനെയാണോ പോയിൻ്റ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ ടൈപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് MKS is an integer variable, write C++ statement to store its address in a pointer. MKS എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണെങ്കിൽ ആ ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ആൻസർ എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് ഇൻറ്റ് സ്റ്റാർ PTR, അതായത് ഒരു പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ ടൈപ്പ് ഞാൻ ഇൻ്റ് എന്ന് കൊടുത്തു. കാരണം MKS എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾ എന്നാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MKS ഇൻറ്റിജർ ആയതുകൊണ്ട് പോയിൻ്റർ ഡിക്ലെയർ ചെയ്തപ്പോഴും ഇൻറ്റ് സ്റ്റാർ PTR എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യണം. MKS വേരിയബിളിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യണം. അഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ PTR ഈക്വൽ ടു ആമ്പസാൻ MKS. ആമ്പസാൻ്റെ പേര്, ഓപ്പറേറ്ററിൻ്റെ പേരാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. PTR ഈക്വൽ ടു അഡ്രസ് ഓഫ് MKS. ഇങ്ങനെയാണ് MKS എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് പോയിൻ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് PTR ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ, റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ് ടു അലോക്കേറ്റ് മെമ്മറി ഫോർ ആൻ ഇൻറ്റിജർ നമ്പർ ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ് വിത്ത് 12. ഒരു ഇൻറ്റിജർ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുകയും അതിനുള്ളിലെ വാല്യൂ 12 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യുക. പോയിൻ്റർ ഡിക്ലെയർ ചെയ്തതിനോടൊപ്പം തന്നെ അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ 12 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുക. ഓക്കെ, ആൻസർ ഇൻറ്റ് PTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 12. ഇതാണ് ഇൻറ്റ് PTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ് 12. PTR എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ, ഇൻറ്റിജർ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലേക്ക് ഇൻറ്റിജറിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിന് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചു. ന്യൂ ഇൻറ്റ് ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആയ 12 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. മെമ്മറി അലോക്കേഷനോടൊപ്പം ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഇതുപോലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻറ്റ് സ്റ്റാർ P A ഈക്വൽ ടു 5, P ഈക്വൽ ടു ആമ്പസാൻ A, C ഔട്ട് സ്റ്റാർ P പ്ലസ് A. വാട്ട് ഈസ് ദി ഔട്ട്പുട്ട്? ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ അറിയാം. ഒരു P എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ പോയിൻ്റർ വേരിയബിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വേരിയബിൾ, നോർമൽ വേരിയബിൾ Aയും എടുത്തിട്ടുണ്ട്. Aയുടെ വാല്യൂ 5ഉം ഇനി Pയിലേക്ക്, P എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിളാണ്, അതിലേക്ക് Aയുടെ അഡ്രസ്സും സ്റ്റോർ ചെയ്തിരിക്കുന്നു അല്ലേ? P ഈക്വൽ ടു ആമ്പസാൻ്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്, ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കൂ, ഇതുപോലെ വരും അല്ലേ? A എന്ന് പറയുന്ന നോർമൽ വേരിയബിൾ, അതിൻ്റെ വാല്യൂ 5. P എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിൾ, ആ പോയിൻ്റർ വേരിയബിളിൽ Aയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. 1000 എന്ന് പറയുന്ന Aയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഇനി സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് സ്റ്റാർ പി പ്ലസ് എ. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്റ്റാർ പി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻ 1000 ആണ്. 1000ലെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 പ്ലസ് എ. എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 5. അപ്പോൾ ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സ്റ്റാർ പി പ്ലസ് എ, ദാറ്റ് ഈസ് 5 പ്ലസ് 5. ആൻസർ എന്തായിരിക്കും? 10. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 10 എന്നായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഇൻ C++ ഈസ് ഡാഷ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന C++ലെ ഓപ്പറേറ്റർ ഏതാണ്? ന്യൂ ഓപ്പറേറ്ററാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഇതാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ന്യൂ ഇൻറ്റു 5. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും കണ്ടു. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതുപോലെ ആൻസർ എഴുതാൻ തന്നിരുന്നു. അതായത് പി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, അതിനോടൊപ്പം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും സംഭവിക്കുക? ക്രിയേറ്റ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ പി എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് അലോക്കേറ്റ് 4 ബൈറ്റ്സ് മെമ്മറി. 4 ബൈറ്റ്സ്. എന്തുകൊണ്ടാണ് 4 ബൈറ്റ്സ് എടുത്തത്? ഇൻറ്റിജറിൻ്റെ സൈസ് 4 ആണ് അല്ലേ? അപ്പോൾ 4 ബൈറ്റ്സ് മെമ്മറി ഫോർ ആൻ ഇൻറ്റിജർ നമ്പർ ആൻഡ് ഇനിഷ്യലൈസ് ഇറ്റ് വിത്ത് 5. അപ്പോൾ 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ വാല്യൂ എത്രയായിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു? 5 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓർഫൻ മെമ്മറി ബ്ലോക്ക്? ഓർഫൻ മെമ്മറി ബ്ലോക്ക് എന്താണ്? നമ്മൾ മെമ്മറി ലീക്ക് എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഓർഫൻ മെമ്മറി ബ്ലോക്ക് പറഞ്ഞു. എന്താണ് ഓർഫൻ മെമ്മറി ബ്ലോക്ക്? എ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ്. ഇത് ഉപയോഗമില്ലാത്ത മെമ്മറികൾ അല്ലേ? അതാണ് ഓർഫൻ മെമ്മറി ബ്ലോക്ക്. ഉപയോഗമില്ലാതെ കിടക്കാൻ മീൻസ് മറ്റൊരാൾക്ക് അലോക്കേറ്റ് ചെയ്യാതെ കൊടുക്കാൻ പറ്റാതിരിക്കുക, മറ്റു വേരിയബിൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയും ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യാതെ വരികയും ചെയ്യുമ്പോൾ മെമ്മറികൾ എന്തായി മാറുക? അൺയൂസ്ഡ് ആയി മാറും. ഇങ്ങനെയുള്ള അൺയൂസ്ഡ് മെമ്മറി ബ്ലോക്കുകളെയാണ് നമ്മൾ ഓർഫൻ മെമ്മറി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് പി ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻവാലിഡ്? പി എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ പോയിൻ്റർ ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഇൻവാലിഡ്? അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. സി ഔട്ട് ആൻഡ് അല്ലെങ്കിൽ അഡ്രസ് പി ഈക്വൽ ടു പി ഇൻറ്റു 5, പി ഗ്രേറ്റർ ദാൻ 0, ഡി നാലാമത്തെ ഓപ്ഷൻ പി പ്ലസ് പ്ലസ്, പി ഈക്വൽ ടു 1500, സി ഔട്ട് സ്റ്റാർ പി ഇൻറ്റു 2. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് അഡ്രസ് ഓഫ് പി ഡിസ്പ്ലേ ചെയ്യാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻവാലിഡ് ആണോ? അല്ല അല്ലേ? അഡ്രസ് ഓഫ് പി നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. അത് ആൻസർ ശരി തന്നെയാണ്. അത് വാലിഡ് ആണ്, ഇൻവാലിഡ് അല്ല. സെക്കൻഡ്, പി ഈക്വൽ ടു പി ഇൻറ്റു 5 ഇതാണ് സെക്കൻഡ്. പി ഈക്വൽ ടു പി ഇൻറ്റു 5. പി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ പോയിൻ്റർ ആണ്. പോയിൻ്ററിനോടൊപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയിൻ്ററിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന 2 അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഏതാണ്? അഡിഷനും സബ്ട്രാക്ഷനും, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്ററിനോടൊപ്പം 5 മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ അത് ഇൻവാലിഡ് ആണ്. അതാണ് ഞാൻ ഇൻറ്റു മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ്, പി ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ നമുക്ക് പോയിൻ്റിനോടൊപ്പം ഉപയോഗിക്കാം. ഏതൊക്കെ റിലേഷണൽ ഓപ്പറേറ്ററാണ് ഉപയോഗിക്കാൻ പറ്റുക? ഈക്വലും നോട്ട് ഈക്വലും അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ 0ക്ക് വലുതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. മറ്റ് റിലേഷണൽ ഓപ്പറേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈക്വലും നോട്ട് ഈക്വലും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതും എന്താണ്? ഇൻവാലിഡ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പി പ്ലസ് പ്ലസ്. പിയോട് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ പോയിൻ്റർ വേരിയബിളിനോടൊപ്പം നമുക്ക് ഏത് ഓപ്പറേറ്റർ ഉപയോഗിക്കാം? ഇൻക്രിമെൻറ്റ് യൂസ് ചെയ്യാമല്ലോ. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റർ വേരിയബിൾ
ഇൻറ്റിജറാണ്, അതിനോട് 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ബൈറ്റ്സ് മൂവ് ചെയ്യും? 4 ബൈറ്റ്സ് മൂവ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് അത് മൂവ് ചെയ്യും. നെക്സ്റ്റ് പി ഈക്വൽ ടു 1500. അപ്പോൾ പി എന്ന് പറയുന്നത് പോയിൻ്റർ വേരിയബിളാണ്. ഈ പോയിൻ്റർ വേരിയബിളിൽ സാധാരണ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ 1500 എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഒന്നും അല്ലല്ലോ, ഇതൊരു നോർമൽ ഒരു വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് സി ഔട്ട് സ്റ്റാർ പി ഇൻറ്റു 2. അപ്പോൾ സ്റ്റാർ പി മീൻസ് പി പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ. അപ്പോൾ പി എന്ന് പറയുന്ന ഇൻറ്റിജർ വേരിയബിൾ, അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിൽ ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ടായിരിക്കും, അതിനോട് 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് നമുക്ക് പറ്റുമല്ലോ, ആ വാല്യൂവിനോടാണ് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആ ബിയിൽ പറഞ്ഞേക്കുന്നത് പോയിൻ്ററിനോട് 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. പോയിൻ്ററിനോട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, പക്ഷേ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ളിലെ വാല്യൂ, ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലുള്ളിലെ വാല്യൂ, അതിനോട് നമുക്ക് എന്ത് ചെയ്യാം? ആ 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാൻ തന്നിരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാം. ഫൈൻഡ് ദി ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ്. കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം എഴുതുക. യൂസിങ് പോയിൻറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് ഐവോ സ്ട്രീം, യൂസിങ് നെയിം സ്പേസ് std, ഇൻറ്റ് മെയിൻ curly bracket open. ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റ് സ്റ്റാർ HTPTR n s ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 3 വേരിയബിൾ എടുത്തിട്ടുണ്ട്. ഒന്ന് HTPTR എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിൻ്റർ വേരിയബിളും എന്നും എസും രണ്ട് നോർമൽ വേരിയബിളാണ്. അപ്പോൾ n ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് എത്ര കുട്ടികളുണ്ട് എന്നുള്ള കൗണ്ട് സ്റ്റോർ ചെയ്യാനാണ്. എത്ര സ്റ്റുഡൻസ്, ഹൗ മെനി സ്റ്റുഡൻസ്, അത് കൗണ്ട് സ്റ്റോർ ചെയ്യാനാണ് n യൂസ് ചെയ്യുക. എസ് എന്ന് പറയുന്നത് സമ്മ്, കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് കാണണമെങ്കിൽ അവരുടെ സമ്മ് കണ്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആവറേജ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്ന വേരിയബിളാണ് എസ്. ഇനി അനദർ വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് AVG HT എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത് ആവറേജ് ഹൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ. ആവറേജ് എപ്പോഴും ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയതുകൊണ്ട് ഡാറ്റ ടൈപ്പ് നമ്മളിവിടെ ഫ്ലോട്ട് യൂസ് ചെയ്തു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് HTPTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് നടന്നിരിക്കുന്നത് അല്ലേ. ഇൻറ്റിജറിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ HTPTRൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സി ഔട്ട് എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾ എത്ര കുട്ടികളുണ്ട് എന്നുള്ള ഒരു കൗണ്ട് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ നമ്മളിവിടെ n എടുത്തിട്ടുണ്ട്, ആ n-ൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്താണ്? ഇനി ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ, അപ്പം ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചേക്കാണ്. എക്സാമ്പിളിൽ നമ്മൾ 5 കുട്ടികളാണ്, 5 കുട്ടികളുടെ ഹൈറ്റാണ് അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 4 × i = 0, i <n, i++, 5 കുട്ടികളുടെ. അപ്പോൾ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ ഐയുടെ വാല്യൂ 0 മുതൽ ഐയുടെ വാല്യൂ 5 ആകുന്നത് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യണം. ഓക്കെ, n-ൻ്റെ വാല്യൂ സപ്പോസ് 5 ആണെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് സി ഔട്ട് എൻ്റർ ദി ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് i+1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഐയുടെ വാല്യൂ 0 ആയിരിക്കുമല്ലോ ഫസ്റ്റ് കേസിൽ. അപ്പോൾ അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പം എന്താണ്? ഒന്നാമത്തെ കുട്ടിയുടെ ഹൈറ്റ് റീഡ് ചെയ്യാനുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. CIN സ്റ്റാർ HTPTR + i. അപ്പോൾ HTPTRൻ്റെ വാല്യൂ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരുന്ന മെമ്മറി, ഇപ്പോൾ ആദ്യ ഇൻറ്റിജറിന് വേണ്ടി നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് നമ്പർ ഇപ്പോൾ 1000 എന്നുള്ള നമ്പർ ആയിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ. ഇവിടെ എക്സാമ്പിളിൽ എടുത്തിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 1000. ആ 1000 + 0, ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ 1000 + 0. അപ്പോൾ 1000-ലേക്കാണ് ആദ്യത്തെ കുട്ടിയുടെ ഹൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷൻ. അപ്പോൾ 50 എന്നുള്ള ഹൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 50 സ്റ്റോർ ചെയ്തു. അടുത്ത ടു ഗെറ്റ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ലൊക്കേഷൻ. അപ്പോൾ 5 കുട്ടികളുടെ ഹൈറ്റ് റീഡ് ചെയ്യണമല്ലോ. അപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക്, അപ്പോൾ അടുത്ത നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? HTPTR + i, ഐയുടെ വാല്യൂ 1 ആവും അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ 1000 + 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്കവിടെ 4 ബൈറ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ 1000 + 4 ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 1004 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അടുത്ത കുട്ടിയുടെ ഹൈറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഐയുടെ വാല്യൂ എന്താകുന്നു? ഐയുടെ വാല്യൂ 2 ആകുന്നു. അപ്പോൾ 2 ആകുമ്പോൾ HTPTRൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 1000 ആണ്. 1000 + 2 എന്നാണ് വരുന്നത്. 1000 + 2 എന്ന് പറയുമ്പം എത്ര ഇൻക്രിമെൻ്റ് ആവണം? ഇൻറ്റിജർ 4 അല്ലേ, അപ്പോൾ 4 ബൈറ്റ് ആണ്. അപ്പം 2 ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 + 4 8
വെയിറ്റ് അങ്ങോട്ട് മാറണം അല്ലേ. അപ്പോൾ 1008 വരുന്നത്. നമ്മൾ അവിടെ നിന്നൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. PTRൻ്റെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് ഇൻറ്റു എന്താണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടുന്ന വാല്യൂ. ഇപ്പോൾ I ആണെങ്കിൽ ഇവിടെ നമുക്ക് 4 ബൈറ്റ് ആണ്. അപ്പോൾ 4 ഇൻറ്റു I, അപ്പോൾ 4 ഇൻറ്റു 2, അപ്പോൾ 8 ആവും അല്ലേ. 1008 അടുത്ത കുട്ടിയുടെ ഹൈറ്റ് 40 സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ 3 ആകണം അല്ലേ. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ 1000 പ്ലസ് 3 എന്നാണ്. 1000 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 4 ഇൻറ്റു 3 ആണ്. 4 എന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പിൻ്റെ സൈസ്, ഇൻഡിജറിൻ്റെ സൈസ്. അപ്പോൾ 4 ഇൻറ്റു 3, അപ്പോൾ 1012 അടുത്ത ഹൈറ്റ് 85 എന്നുള്ള ഹൈറ്റ് സ്റ്റോർ ചെയ്യുന്നത്, അടുത്ത കുട്ടിയുടെ ഹൈറ്റ് സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഐയുടെ വാല്യൂ എന്താകുന്നു 4 ആകുമ്പോൾ 0-യിലല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആകുന്നു. അപ്പോൾ 1016 അടുത്ത കുട്ടിയുടെ ഹൈറ്റ് 75 സ്റ്റോർ ചെയ്യും. അങ്ങനെ 5 കുട്ടികളുടെ ഹൈറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യും. 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ 0-യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഐയുടെ വാല്യൂ 4 വരെ നമുക്ക് മൂവ് ചെയ്താൽ 5 ആകുമ്പോൾ നമുക്ക് ലെസ് ദാൻ n അല്ലേ കൊടുത്തിരിക്കുന്നത്. 5 ആകുമ്പോൾ ലൂപ്പ് അവിടെ എക്സിറ്റ് ആവും. അപ്പോൾ ഓരോ സമയം ഓരോ ഹൈറ്റ് റീഡ് ചെയ്യുമ്പോഴും നമ്മൾ എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ വാല്യൂ, ആ ലൊക്കേഷനിൽ ഇപ്പോൾ 50 അല്ല ആദ്യത്തെ കുട്ടിയുടെ ഹൈറ്റ്, അത് നമ്മൾ എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോ ടൈം. ആദ്യം 50 ആഡ് ചെയ്തു, അടുത്ത കുട്ടിയുടെ ഹൈറ്റ് വന്നപ്പോൾ 50യോടുകൂടി 60 ആഡ് ചെയ്തു, അടുത്ത ആ വാല്യൂവിനോടൊപ്പം അടുത്ത കുട്ടിയുടെ ഹൈറ്റ് 40 ആഡ് ചെയ്തു. അങ്ങനെ 5 കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ ഈ ലൂപ്പിനുള്ളിൽ തന്നെ ആഡ് ചെയ്ത് എസ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി ആവറേജ് കണ്ടുപിടിക്കണം. AVG HT = ഫ്ലോട്ട് ഓഫ് എസ് ബൈ എൻ. ഫ്ലോട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? എസ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, എന്നും ഇൻറ്റിജറാണ്. അപ്പോൾ ഇൻറ്റിജറിനെ ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇൻറ്റിജർ റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. റിസൾട്ടും ഇൻറ്റിജർ ആയിരിക്കും. പക്ഷേ നമുക്ക് ആവറേജ് എന്ന് പറയുന്ന ഫ്ലോട്ട് ആവണം. അപ്പോൾ എസ് എന്ന് പറയുന്ന സമ്മിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റിജറിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എസ് എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് നമ്പറായി മാറി. അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ഫ്ലോട്ടായിരിക്കും. അപ്പോൾ AVG ഹൈറ്റ് എന്ന് പറയുന്ന ഫ്ലോട്ടായിരിക്കും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ AVG ഹൈറ്റ് ഡിസ്പ്ലേ ചെയ്യണം. ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻ ദി ക്ലാസ് എന്ന് പറഞ്ഞ് AVG ഹൈറ്റ് നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് റിട്ടേൺ 0 ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാമായി. അപ്പോൾ 5 കുട്ടികളുടെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ 5 ആണ്, ജനറലൈസ് എന്ന് പറഞ്ഞാൽ n സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് റീഡ് ചെയ്ത് സമ്മ് കണ്ടുപിടിച്ചു, അതിൻ്റെ ആവറേജ് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിൻ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊന്ന് ജീനിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് പോകാം. ഇത് നമ്മുടെ ജീനി എഡിറ്ററിൽ ഈ പ്രോഗ്രാം ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ടൈപ്പ് ചെയ്തിരിക്കുന്നു അല്ലേ. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോഗ്രാം നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്യാണ്. എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എൻ്റർ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാനവിടെ 5 എന്ന് കൊടുത്തു, 5. അപ്പോൾ നെക്സ്റ്റ് എൻ്റർ ദി ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് വേണം. ഒന്നാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 50, രണ്ടാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 60. അടുത്ത വീണ്ടും ചോദിക്കുകയാണ് മൂന്നാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 40. അടുത്ത നെക്സ്റ്റ് ചോദിക്കുകയാണ് അടുത്ത കുട്ടിയുടെ ഹൈറ്റ് 65. നെക്സ്റ്റ് അഞ്ചാമത്തെ കുട്ടിയുടെ ഹൈറ്റ് 75. ഞാൻ 5 എന്നാണല്ലോ, 5 കുട്ടികളെന്നാണ് കൊടുത്തത്. അപ്പോൾ 5 കുട്ടികളുടെ ഹൈറ്റും നമ്മുടെ കയ്യിൽ നിന്ന് റീഡ് ചെയ്തു. അപ്പോൾ പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിൻ്റെ സമ്മ് കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ആവറേജ് ഹൈറ്റ് ആ വേരിയബിളിൽ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ദ ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് = 58. ആവറേജ് ഹൈറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ പോയിൻ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.